ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണിത്. എല്ലാവർക്കും പരീക്ഷ നോക്കാൻ പറ്റിയൊരു ഡിസൈൻ. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിളൂടെ അതിൻ്റെ ഉള്ളിലാക്കി വരച്ചു. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പും വളരെ സിമ്പിളായിരുന്നു. നമ്മൾ പലപ്പോഴുള്ള ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസിലും ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ഡിസൈനും പോകുന്നത്. കുറച്ച് ഡിഫറൻറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിളോടെ വരയ്ക്കുക. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 3 സർക്കിളാണ് വരച്ചത്. ഓക്കെ, ഇനി ഒരുപാട് ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ വരച്ച സർക്കിളിന് പുറത്തായിട്ട് 4 കോർണേഴ്സിലായിട്ട് ഈ ഡിസൈൻ പടത്തെ ഫിഗറിൽ കണ്ടിരിക്കുമ്പോഴത്തെ ഡിസൈൻ കറക്റ്റായിട്ട് വരച്ച് ചേർക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ അതും കണക്ട് ചെയ്ത് വരച്ചു. ബാക്കിയുള്ള ഇടയ്ക്കുള്ള ഭാഗത്തും ഇതുപോലെ ആ ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഓക്കെ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ആ ഫിഗർ കണ്ടിരിക്കും പോലെ ആ കോർണേഴ്സ് കണക്ട് ചെയ്ത് നമ്മൾ ആ കർവ് 2 കർവായിട്ട് ചേർത്ത് ഇങ്ങനെ വരയ്ക്കുക. എവിടെയൊക്കെയാണോ കർവ് വരയ്ക്കേണ്ടത് അവിടെയെല്ലാം ഇങ്ങനെ വരച്ച് ചേർക്കുക. കുറച്ചുകൂടി അകലം പാലിച്ച് വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇതുപോലെ എല്ലാവരും വരച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പൂക്കളം. എന്നിട്ട് ഇത് മറ്റ് കോർണേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് പൂവിൻ്റെ ഇതുപോലത്തെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയാണ് വളരെ സിമ്മട്രിക്കലായിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡിഫറെൻറ്റ് ഷെയ്ഡ്സോ കളേഴ്സ് ഉപയോഗിച്ച് ഈ പൂക്കൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.